അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സെക്ഷന്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ്. അപ്പൊ ഇത് പേര് തന്നെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ്, അതേപോലെ സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോബ്ലം ആണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിന് മുമ്പ് ഒരു 3 ഹിന്റ് ഞാൻ പറഞ്ഞുതരാൻ പോണ്. എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവില്ല, നോക്കുക. ഇഫ് ദി ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഫോം ഉണ്ടെങ്കിൽ ആ എക്സിന് എ സൈൻ തീറ്റ എന്നോ എ കോസ് തീറ്റ എന്നോ നമുക്ക് കൊടുക്കാം. അതാണ് ഒന്നാമത്തെ ഹിന്റ്. Second one, if the question contain root x square minus a square, then we let x is equal to a sec theta or a cosec theta. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോം ഉണ്ടെങ്കിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കും? എ സീക്ക് തീറ്റയോ അല്ലെങ്കിൽ എ കൊസീക്ക് തീറ്റയോ കൊടുക്കാവുന്നതാണ്. Then മൂന്നാമത്തെ condition, if the question contain root of a square plus x square, then we let x is equal to a tan theta or a cot theta. x ന് എന്ത് കൊടുക്കാം? a tan theta എന്നോ അല്ലെങ്കിൽ a cot theta എന്നോ കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവാണ്. ഷോ ദാറ്റ് sin ഇൻവേഴ്സ് 2x root 1 minus x square is equal to 2 sin inverse x. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഹിന്റിൽ ഏതെങ്കിലും ഒരു ഹിന്റ് ഇതിൽ ഉണ്ടാവും. നമുക്ക് നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞ ഫസ്റ്റ് വണ്ണിനെ പറഞ്ഞല്ലോ, if the question contain root of a square minus x square. ഇതിലില്ലേ root of a square minus x square? ഇവിടെ a square ഇല്ല. ഏതാണ് എന്താ? കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് 1 ആണ്. 1 ന്റെ സ്ക്വയർ 1 തന്നെയല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? then we let x is equal to പറഞ്ഞോളൂ, x is equal to a sin theta അല്ലെങ്കിൽ a cos theta അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കുക, put x is equal to sin theta. അപ്പോൾ ചോദ്യം ചെയ്യുക, എന്താ സാർ cos theta കൊടുക്കാൻ ഞാനാവും? ഓക്കേ. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് sin ആണ്. ഓക്കേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ sin theta തന്നെ ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇവിടെ a 1 ആയതുകൊണ്ടാണ് 1 sin theta. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം നമുക്ക് കിട്ടിയല്ലോ, പറ തീറ്റ ഈക്വൽ ടു സൈൻ പുറത്ത് പോകുമ്പോൾ ആരോ സൈൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x. ക്ലിയർ അല്ലേ? ഓക്കേ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നോക്കൂ, സൈൻ ഇൻവേഴ്സ് ഈ ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് നോക്കുക, x ഉള്ളതൊക്കെ നമ്മൾ sin theta കൊടുക്കുന്നു. അപ്പോൾ 2 sin theta root 1 minus x is equal to sin theta. അപ്പോൾ x square sin square theta. ഓക്കേ. 3 ഓക്കേ അല്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ പോണത് നോക്കുക, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു റിസൾട്ട് ഉണ്ട്, ഞാൻ സൈഡിൽ എഴുതാൻ പോണേ. നോക്കുക, sin square theta plus cos square theta equal to 1 ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഈസി ആയിട്ട് നമ്മളൊക്കെ ആദ്യം പഠിച്ച റിസൾട്ട് ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ. ഓക്കേ. ഇതിൽ നിന്ന് നമ്മൾ ഒരു റിസൾട്ട് കണ്ടെത്താണ്. cos square theta equal to 1 minus sin square theta. ഐഡിയ ക്ലിയർ ആണോ? പ്ലസ് sin square theta അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് sin square theta. ഓക്കേ. then again ഒന്നും കൂടി cos theta സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആയല്ലോ, 1 minus sin square theta. ക്ലിയർ അല്ലേ? ഓക്കേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കേ. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. നോക്കൂ, sin ഇൻവേഴ്സ് 2 sin theta. then ഇതല്ലേ നമ്മുടെ സംഭവം. അപ്പോൾ അതിന്റെ പകരം എന്ത് കൊടുത്തു? cos theta. ക്ലിയർ? ഓക്കേ. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച വേറെ റിസൾട്ട് ഉണ്ടല്ലോ, sin 2 theta equal to 2 sin theta cos theta. ഐഡിയ ക്ലിയർ? ഓക്കേ. ഇതെല്ലാം 2 sin theta cos theta. അപ്പോൾ അങ്ങനെയാണ് ഉത്തരം പറഞ്ഞോളൂ, sin ഇൻവേഴ്സ് sin 2 theta. then നമ്മൾ നേരത്തെ എഴുതുന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് അറിയാം. ഇൻവേഴ്സ് ഉള്ളതും ഇൻവേഴ്സ് അല്ലാത്തതും വന്നാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? then കട്ട് ചെയ്യും. വളരെ സുഖം. കട്ട് ചെയ്തല്ലോ. ബാക്കി നിങ്ങൾക്ക് പറയാലോ. പറ 2 theta. again തീറ്റ എന്തായിരുന്നു നമ്മൾ ഇവിടെ കണ്ടെത്തി? തീറ്റ ഈക്വൽ ടു sin ഇൻവേഴ്സ് x. അപ്പോൾ പറ 2 sin ഇൻവേഴ്സ് x. ഇതല്ലേ നമുക്ക് കിട്ടേണ്ട ഉത്തരം? പ്രൂവ് ദാറ്റ് അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇത് ഷോ ദാറ്റ് ആണ്. ഷോ ദാറ്റിന്റെ മീനിങ് എന്താ? ഉത്തരം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഓക്കേ. ഇനി നമ്മൾ ആ ഹിന്റ് ആണ്, ഇഫ് ദി ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ. ആ 3 ഏതെങ്കിലും ഒന്ന് ഇതിൽ ഉണ്ടാവും നോക്കുക. ഉള്ളതിലേ കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലാത്തതിൽ കൊടുക്കണ്ട. അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും മാർഗം ചെയ്യാണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആ മോഡലാണ്.
അപ്പൊ എക്സിന് രണ്ട് കാര്യം കൊടുക്കാം, എ സൈൻ തീറ്റയോ എ കോസ് തീറ്റയോ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആൻസർ സൈനിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു, സൈൻ തീറ്റ കൊടുത്തു. ഇവിടെ A1 ആയതുകൊണ്ട് x sin തീറ്റ. അങ്ങനെ ആണെങ്കിൽ തീറ്റ ഉത്തരം കിട്ടി sin ഇൻവേഴ്സ് x. ഐഡിയ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ x ഉള്ളതൊക്കെ sin തീറ്റ അപ്ലൈ ചെയ്തു. ദെൻ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച റിസൾട്ട് sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് cos തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്തി. ദെൻ √1 മൈനസ് sin സ്ക്വയർ തീറ്റയ്ക്ക് പകരം cos തീറ്റ അപ്ലൈ ചെയ്തു. പിന്നെ ഇവിടെ ഉള്ള 2 sin തീറ്റ cos തീറ്റ ആരാണ്? റിസൾട്ട് നമ്മൾ പഠിച്ചു sin 2 തീറ്റ. അതുകൊണ്ട് ഇനി നമുക്കറിയാം ഒരേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉള്ളതും അല്ലാത്ത ഒന്നാ കട്ട് ചെയ്യും, ബാക്കി എഴുതി ദെൻ തീറ്റയിലുള്ള സംഭവം കൊടുത്തതാണ് ഉത്തരം വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഞാൻ അത് ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്ന നമുക്ക് ഒരു ഹിന്റ് തന്നുകൊണ്ട് നമുക്കത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ. ഇത് ഇതേ രൂപത്തിൽ തന്നെ വളരെ ഈസിയാണ്. എന്താ? ഷോ ദാറ്റ് sin ഇൻവേഴ്സ് 2x √1 മൈനസ് x സ്ക്വയർ which is equal to 2 cos ഇൻവേഴ്സ് x എന്നാണ്. ഓക്കെ. അപ്പോൾ നോക്കൂ, രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ്, RHS മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? if the question contain ഫസ്റ്റത്തെ ഹിന്റ് തന്നെയാണ് √a² മൈനസ് x സ്ക്വയർ തന്നെയാണ്, പക്ഷേ ഇവിടെ ആൻസർ cos ആയി. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് കൊടുക്കും? x = a sin തീറ്റ അല്ല ഇവിടെ കൊടുക്കേണ്ടത്, പകരം ആര് കൊടുക്കും? x = a cos തീറ്റ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, x = a cos തീറ്റ കൊടുക്കുക. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് അതേപോലെ ചെയ്തു പോകാം. എങ്ങനെ? x = a cos തീറ്റ കൊടുക്കാം, a എന്ന 1 ആണ്, cos തീറ്റ കൊടുക്കാം, then തീറ്റ = cos ഇൻവേഴ്സ് x. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തു, അതുപോലുള്ള സിമിലർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്ത് അസൈൻമെന്റ് ആയി തന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. ഓക്കെ. തേർഡ് വൺ, പ്രൂവ് ദാറ്റ് sin ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു 3 sin ഇൻവേഴ്സ് x. അതുപോലെ തന്നെ ഫോർത്ത് വൺ, പ്രൂവ് ദാറ്റ് cos ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x ഈക്വൽ ടു 3 cos ഇൻവേഴ്സ് x. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഒരുപോലെ എഴുതാനുള്ള കാരണം രണ്ടും സിമിലർ ആണ്, ഒരുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഞാൻ ചെയ്യും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് വൺ നോക്കാം. ഇത് പ്രൂവ് ദാറ്റ് ആണ്. ഈ പ്രൂവ് ദാറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓൾറെഡി ഉത്തരം തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് തുടങ്ങി ഇതിലേക്ക് എത്തണം എന്നുള്ളതാണ് അല്ലെ. ഇത് LHS = RHS ആണോ എന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് അതിലേക്ക് എത്തുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ രണ്ടും സൈൻ അല്ലേ? രണ്ടും സൈൻ ആണ്, നമുക്ക് വേണ്ടത് ആൻസർ സൈൻ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ പുട്ട് x = sin തീറ്റ കൊടുത്തു. ക്ലിയർ ആണോ? നമുക്ക് വേണ്ടത് ആൻസർ സൈൻ ആയതുകൊണ്ട് x = sin തീറ്റ. ഇതിൽ നിന്ന് തീറ്റ ഉത്തരം കണ്ടെത്താലോ? പറ. തീറ്റ = sin ഇൻവേഴ്സ് x. വളരെ കറക്റ്റ് അല്ലേ? ഓക്കെ. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ LHS ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. sin ഇൻവേഴ്സ് 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റയുടെ റിസൾട്ട് ആരാ? sin 3 തീറ്റ. നമുക്കറിയാം. ഇനി ഒരു കുട്ടിക്ക് ആ റിസൾട്ട് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ sin ഇൻവേഴ്സ് അല്ലേ, നമുക്ക് തെളിയിക്കേണ്ട ഇവിടെ 3 sin ഇൻവേഴ്സ് ആണ്. ഡയറക്റ്റ് ഉത്തരം കൊടുക്കുക, sin 3 തീറ്റ കൊടുത്താൽ മതി. കാരണം നമുക്ക് രണ്ട് വെട്ടിപ്പോയി ഉത്തരം അതാ കിട്ടേണ്ടത്. ഓക്കെ. അതൊക്കെ തരികിട, പക്ഷെ നമ്മൾ തരികിടൊന്നും ചെയ്യൂല. നമ്മളൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ഫുൾ നല്ല ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങൾ കണ്ടു, ഇങ്ങനെ കണ്ടു തന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യും, വെട്ടും. വാൾ എടുത്തോളൂ, വെട്ടും. സൈൻ ഇൻവേഴ്സും സൈനും വെട്ടും. ബാക്കി പറഞ്ഞോളൂ. എന്താണ്? 3 തീറ്റ. അഗൈൻ തീറ്റ എന്താണ്? വേഗം കൊടുത്തോളൂ. തീറ്റ പറഞ്ഞോളൂ, സൈൻ ഇൻവേഴ്സ് എക്സ്. രണ്ട് വരി കൂടി കൊടുത്തോളൂ, എന്നാ ഫുൾ മാർക്കായി. ക്ലിയർ അല്ലേ? 3 sin ഇൻവേഴ്സ് എക്സ്. ഉത്തരം റെഡി അല്ലേ? ഓക്കെ. മെത്തേഡ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് പറയാം? ഇവിടെ cos ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x = 3 cos ഇൻവേഴ്സ് x എന്നല്ലേ. ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? പറയും ആൻസർ cos ഇൻവേഴ്സിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? x = cos തീറ്റ എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ. x = cos തീറ്റ എന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? തീറ്റ എന്തായിരിക്കും? തീറ്റ = cos ഇൻവേഴ്സ് x. ഓക്കെ. ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 cos തീറ്റ എന്നാവും. എന്താ 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 sin തീറ്റ? ഇതേപോലത്തെ റിസൾട്ട് ആണ്. ഏതാ? cos 3 തീറ്റ.
രണ്ടും ക്യാൻസൽ ചെയ്യാം 3 തീറ്റ വരും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ചെയ്തൂടെ? ചെയ്യണം ട്ടോ. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് tan ഇൻവേഴ്സ് 1/√x² - 1. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഈ ക്വസ്റ്റ്യനെ മാറ്റണം എന്നാ പറഞ്ഞത്. ഏറ്റവും ചെറിയ ഫോമിലേക്ക്, ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് ഫോം അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഈ ക്വസ്റ്റ്യനെ നമ്മൾ മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ തന്ന ഏതെങ്കിലും ഒരു ഹിന്റിൽ ഏതുമായി സിമിലർ ആണോ നോക്കുക. √x² - a² എന്ന ഫോമുമായി സിമിലർ ആണ്. അങ്ങനെ രണ്ട് മെത്തേഡ് നമ്മൾ കൊടുക്കുക. ഒന്ന് എക്സിന് a sec θ അല്ലെങ്കിൽ a cos θ എന്ന് കൊടുക്കാം. ഇതിൽ നമ്മൾ ഏത് കൊടുക്കും? ഏത് കൊടുക്കുക? രണ്ട് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ എന്ത് ചെയ്യാൻ പോകണം? എക്സിന് sec θ എന്ന് കൊടുക്കാൻ പോകണം. അപ്പൊ x is equal to sec θ. എന്തുകൊണ്ട് ഇവിടെ a 1 ആണ്, അതുകൊണ്ടാണ് sec θ. then ഇതിന് θ equal to sec inverse x. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞോളൂ. tan inverse 1/√sec² θ - 1. x ഉള്ളിടത്തൊക്കെ sec θ കൊടുത്തു. then നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ട് sec² θ - tan² θ equal to 1. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഇല്ലടോ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ വേറെ റിസൾട്ട് കണ്ടെത്താൻ പോകണം. പറഞ്ഞോളൂ. sec² θ then +1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി, -tan² അപ്പുറത്ത് പോകുമ്പോൾ +tan² ആയി. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ആയല്ലോ. അപ്പൊ എന്തായി? √sec² θ - 1 equal to tan θ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അതിലൂടെ കാണുന്നത് ഇപ്പൊ പറഞ്ഞോളൂ. tan inverse 1/√sec² θ - 1 ആരായി? tan θ ആയി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞോളൂ. tan inverse എന്താ 1/tan പറഞ്ഞാല് കോട്ടാണ്. ഓക്കെ, വെട്ടാൻ തോന്നുന്നുണ്ടോ? പറ്റൂല. ഇത് രണ്ടും ഒരുപോലെയാണോ? ടാനും കോട്ടും ആണ്. വെട്ടരുത് കേട്ടോ. അവിടെ തന്നെ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് പറ. കോട്ടും ടാനും ഒരിക്കലും നമുക്ക് വെട്ടാൻ പറ്റൂല. then എന്നാൽ ഈ കോട്ടിനെ നമുക്ക് ടാനിലേക്ക് മാറ്റാം. അതെങ്ങനെ? നമുക്ക് റിസൾട്ട് അറിയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ റിസൾട്ട്? നിങ്ങൾക്ക് തന്നെ അറിയാം. tan π/2 - θ എന്ന് പറഞ്ഞ ആരാ? കോട്ട് തീറ്റയായിരുന്നു. tan π/2 - θ ആരാണ്? കോട്ട് തീറ്റയാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം? അവിടെ അപ്ലൈ ചെയ്യാം. പറഞ്ഞോളൂ. tan inverse of tan π/2 - θ. ഓക്കെ, ഈ tan ഇൻവേഴ്സും ടാനും കട്ട് ചെയ്ത് ബാക്കി ആര് വന്ന്? ഇനി നമുക്ക് വെട്ടിയില്ലേ? വെട്ടാൻ പറ്റും. അപ്പൊ വെട്ടി π/2 - θ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് പറ. which is equal to π/2 - θ എന്താ? sec inverse x. ഐഡിയ ക്ലിയർ അല്ലേ? π/2 - sec inverse x. ഇത് അതിന്റെ ഉത്തരാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലി which is equal to എന്ത് കൊടുക്കാം? എന്ത് ചെയ്യാം? which is equal to cosec inverse x എന്ന് കൊടുക്കാം. അങ്ങനെ cosec inverse x എന്ന് എങ്ങനെയായി? നമുക്ക് അറിയുന്ന കാര്യമാണ്. sec inverse x plus cosec inverse x equal to π/2. അങ്ങനെ റിസൾട്ട് കൂടി നമ്മൾ ഇതിൽ പഠിച്ചതല്ലേ? ഫംഗ്ഷൻ പ്ലസ് കോഫംഗ്ഷൻ ഈക്വൽ ടു π/2. അങ്ങനെയാണെങ്കിൽ π/2 - sec inverse x ആരാ? cosec inverse x. പ്രോബ്ലം ക്ലിയർ അല്ലേ? വളരെ എളുപ്പമല്ലേ? നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് tan ഇൻവേഴ്സ് √1 + x² - 1/x. ഇതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാനാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്, വളരെ രസകരമായിട്ട് ഇതിന് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കുക. ഈ ക്വസ്റ്റ്യന് നമുക്ക് പറഞ്ഞു തന്ന ഏതെങ്കിലും മോഡൽ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലുമൊക്കെ മോഡലുമായിട്ട് സിമിലർ ഉണ്ടോ? നമ്മൾ പറഞ്ഞ ഹിന്റുമായിട്ട് ഏതാ? √a² + x² അല്ലെ? അതുമായി ഹിന്റ് ഉണ്ട്. അങ്ങനെയാണ് എക്സിന് എന്ത് കൊടുക്കാം? a tan θ അല്ലെങ്കിൽ a cot θ എന്ന് കൊടുക്കാം. ഇത് tan ഇൻവേഴ്സ് ആണ്. അപ്പൊ വെട്ടണം എന്നുണ്ടെങ്കിൽ ആര് വരണം? അവിടെ tan തന്നെ വരണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? x is equal to tan θ. ഓക്കെ, then θ equal to tan inverse x. അങ്ങനെ tan inverse x ആയി. tan പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് ആവും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. tan inverse √1 + tan² θ - 1 divided by x ന്റെ സ്ഥാനത്ത് tan θ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ അതേപോലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞ ഒരു റിസൾട്ട് ഉണ്ട്. ഏതായിരുന്നു? sec² θ - tan² θ equal to 1.
then ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം sec square theta ഇവിടെ നിർത്തി ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി minus tan square theta അങ്ങോട്ട് പോകുമ്പോൾ 1 plus tan square theta again sec theta equal to root 1 plus tan square theta. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെടാ root 1 plus tan square theta അതിന്റെ പകരം നമ്മൾ എന്ത് കൊടുക്കും sec theta എന്ന് അപ്ലൈ ചെയ്യണം minus 1 then divided by tan theta അല്ലേ? tan theta എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് sin theta by cos theta. അത് അപ്ലൈ sec theta നമുക്ക് അറിയാം എന്താ sec എന്തിന്റെ റെസിപ്രോക്കൽ ആ cosന്റെ അല്ലേ? അപ്പോൾ sec theta equal to 1 by cos theta minus 1 divided by sin theta by cos theta. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കേ, ഇനി ഞാൻ ന്യൂമറേറ്ററിൽ ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ക്രോസ് ചെയ്യും പറ tan inverse 1 minus പറയ് 1 minus 1 into cos theta cos theta അപ്പോൾ 1 minus cos theta by cos theta then all divided by sin theta by cos theta. ഇത്രയും ഓക്കേ അല്ലേ? കോസും കട്ട് ബാക്കി ആയതുകൊണ്ട് പറയും tan inverse 1 minus cos theta divided by sin theta. ഇത്രയും ഓക്കേ അല്ലേ? ക്ലിയർ അല്ലേ? ഓരോ സ്റ്റെപ്പും നിങ്ങൾ നോക്കണേ. ക്ലിയർ ആണോ നോക്കുക. ഓരോ സ്റ്റെപ്പ് ചെയ്താൽ എന്താണെന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ ആ അറ്റത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി 1 minus cos theta ഡിനോമിനേറ്റർ sin theta അത് രണ്ടിനെ മാറ്റണം. അപ്പോൾ 1 minus cos theta മാറ്റണം നോക്കുക. cos 2 thetaക്ക് നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. cos 2 theta റിസൾട്ട് എന്തായിരുന്നു 1 minus 2 sin square theta. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ 1 minus 2 sin square theta. ഈ ഒരു റിസൾട്ട് നോക്കുക. ഓക്കേ, ഈ റിസൾട്ടിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് നോക്കുക, ഇവിടെ ഈ 2 theta അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എന്തായി മാറി theta ആയി മാറി. അതായത് ഇതിന്റെ നേരെ പകുതി അല്ലെങ്കിൽ അതിന്റെ നേരെ ഡബിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു റിസൾട്ട് കണ്ടെത്താൻ പറ്റും. cos 2 theta പകരം cos theta ഒരു റിസൾട്ട് കണ്ടെത്തി 1 minus 2 sin square theta by 2. പ്രശ്നം എന്താ? ഇല്ലല്ലോ. ഈ minus 2 sin square theta by 2 ഈക്വൽ സൈൻ പുറത്ത് തരുമ്പോൾ എന്തായി plus 2 sin square theta by 2. again അവിടെ plus 1 ഉണ്ട്. ഇപ്പുറത്ത് ആരുണ്ടായിരുന്നു cos theta ഉണ്ടായിരുന്നു. ആ cos theta അങ്ങോട്ട് പോകുമ്പോൾ എന്തായി minus cos theta. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, മുകളിൽ 1 minus cos theta പകരം ആരെ കൊടുക്കാം 2 sin square theta by 2. ഇനി താഴെ ആരുണ്ട് sin theta. ആ sin theta നെ അവിടെ നിന്ന് മാറ്റണം. അതിന് നമ്മൾ പഠിച്ച റിസൾട്ട് sin 2 theta equal to 2 sin theta cos theta. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് ആണ്. ഓക്കെ, ഇവിടെയും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ 2 theta ആയപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ ആയി theta ആയി മാറി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ sin theta-ക്ക് നമുക്ക് എന്ത് കൊടുക്കാം 2 sin theta by 2 cos theta by 2. ക്ലിയർ അല്ലേ? ഈ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ sin theta നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക tan inverse മുകളിൽ 1 minus cos theta ന്റെ പകരം 2 sin square theta by 2 divided by താഴെ വന്ന് sin theta ന്റെ പകരം 2 sin theta by 2 cos theta by 2. വളരെ ക്ലിയർ അല്ലേ? 2 cancel. sin square ല ഒന്ന് പോയി, then denominator ല sin theta പോയി. again balanced മുകളിൽ ആരാ tan inverse sin theta by 2 denominator ല ആരാ ബാലൻസ് ഉള്ള cos theta by 2. നമുക്കൊക്കെ അറിയാം sin by cos പറഞ്ഞാൽ ആരാ tan ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ tan inverse tan theta by 2. then ഇപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് വാളെടുക്കാൻ തോന്നുന്നുണ്ടാവും. then നമുക്ക് വെട്ടാം tan inverse ഉം tan ഉം ക്യാൻസൽ. ബാക്കി എന്താ ഉള്ളത് പറ theta by 2. again ബാക്കി പറ theta എന്താണ് നമ്മൾ ഇവിടെ കൊടുത്തത് tan inverse x. അപ്പോൾ ഉത്തരമല്ലോ tan inverse x by 2. then 2 വരാം. ഓക്കേ, ക്ലിയർ അല്ലേ? അപ്പോൾ നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ഇവിടെ ആവശ്യമുള്ള ഒന്ന് sec square theta minus tan square theta equal to 1.
അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി. അതുപോലെ cos 2 θ = 1 - 2 sin square θ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 θ ആയി. അപ്പോൾ θ എന്താകാം? θ/2 ആകാം. അതേപോലെ തന്നെ ആവശ്യമുള്ള മറ്റൊരു റിസൾട്ട് sin 2 θ = 2 sin θ cos θ. അവിടെയും നമ്മൾ ആ കൺസെപ്റ്റ് തന്നെ ഡബിൾ ഉള്ളത് നേരെ ഹാഫ് ആയി. അങ്ങനെയാണെങ്കിൽ sin θ എന്തായിരിക്കും? θ/2. അത് അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മൊത്തം ശരിക്കും നോക്കുക എന്നിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് tan ഇൻവേഴ്സ് x/√a² - x². അപ്പോൾ മക്കൾ പറ എന്താണ് ക്വസ്റ്റ്യൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കേണ്ടത് ഏറ്റവും ചെറിയ ഫോമിലേക്ക് എന്നാണ്. നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്? ഞാൻ പറഞ്ഞ ആ 3 ഹിന്റിൽ ഏതെങ്കിലും ഒരു ഹിന്റ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാ. if the question contain √a² - x² അല്ലേ ഫസ്റ്റ് ഹിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ x ന് എന്ത് കൊടുക്കാം? a sin θ എന്നോ a cos θ എന്നോ കൊടുക്കാം. അല്ലേ, നമുക്ക് ഏതും കൊടുക്കാം. ഞാൻ ഇവിടെ x ന് എന്ത് കൊടുക്കാൻ പോവാണ്? x = a sin θ പറ്റൂലേ? ഓക്കേ, ഒന്നും കൂടി x/a = എന്തായി? sin θ. പ്രശ്നമുണ്ടോ? ഈ a മൾട്ടിപ്പിൾ ആണ്, പ്രതിരോധം ഡിവൈഡ് ആയി. then again ഒന്നും കൂടി പറയാം θ = ഇവിടെ θ = ആരായി? ആ sin പുറത്ത് പോകുമ്പോൾ ആരാവും? ഈക്വൽസിന്റെ പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ആവും. അപ്പോൾ sin ഇൻവേഴ്സ് ഇവിടെ ആരുണ്ട്? x/a. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് കിട്ടിയ കാര്യം. ആ ഒരൊറ്റ ഹിന്റ് ഈ √a² - x² ൽ നിന്നാണ് ഇത്രയും കാര്യം. ഓക്കെ, x a sin θ ആണ്, a മൾട്ടിപ്പിൾ കഴിയുമ്പോൾ ഡിവൈഡ് ആവും. then sin പുറത്ത് പോകുമ്പോൾ sin ഇൻവേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ θ ഇക്വേഷൻ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകും നമ്മുടെ ക്വസ്റ്റ്യനിൽ. പറ tan ഇൻവേഴ്സ് മുകളിൽ x കണ്ടല്ലോ, x ന് എന്ത് കൊടുക്കും? a sin θ ഡിവൈഡഡ് ബൈ √a² - x². ഈ a² അതുപോലെ മൈനസ് x² ആണ്. x = a sin θ. അപ്പോൾ x² a² sin square θ. ക്ലിയർ അല്ലേ? a² കൊടുക്കണം, അല്ലാതെ a sin square θ എന്ന് കൊടുത്താൽ ഉത്തരം തെറ്റി. ഓക്കേ, a² sin square θ. ഇത്രയും ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി പറ ഈ റൂട്ടിന്റെ ഉള്ളിൽ ആര് കോമൺ ആണ്? ആര് കോമൺ ആ? a² കോമൺ അല്ലേ? ആ a² ആണ് പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കുന്നതാ. നോക്കിക്കോ, tan ഇൻവേഴ്സ് a sin θ ബൈ √a² ആണ് പുറത്തേക്ക് എടുത്തത്. ബാക്കി എന്താ? √a² പറയ് a² പോയ ബാക്കി ബാലൻസ് 1 മൈനസ് a² പോയി ബാലൻസ് sin square θ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് അറിയേണ്ട കാര്യമാണ് റൂട്ടും സ്ക്വയറും വന്ന് രണ്ടും ക്യാൻസൽ ആവും. അവിടെ a ആയി, ഈ a ക്യാൻസൽ ആയി ഇല്ലേ? ബാക്കി പറ tan ഇൻവേഴ്സ് മുകളിൽ ആര് വന്നു? sin θ ബൈ √1 മൈനസ് sin square θ. 3 ഓക്കെ ആണോ? ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും, രണ്ടും ക്യാൻസൽ ആവും. റൂട്ട് സ്ക്വയർ വന്ന് രണ്ടും ക്യാൻസൽ ആവും. then a ക്യാൻസൽ. ഇനി ഇവിടെ √1 മൈനസ് sin square θ എന്നാണ്. അത് ആരാണ്? നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയുന്ന കാര്യമാണ്. നോക്കാം. sin square θ plus cos square θ എന്തായിരുന്നു? പറയും sin square θ plus cos square θ = 1 ആണ്. അങ്ങനെയാണ് അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടി. പറ cos square θ = ആര്? 1 മൈനസ് sin square θ. again cos θ = ആരാണ്? √1 മൈനസ് sin square θ. ഓക്കേ, അപ്പോൾ ഉത്തരമായല്ലോ. അപ്പോൾ നോക്കിക്കോ, ഇതിന്റെ പകരം cos θ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കേ, അപ്പോൾ അതിന്റെ പകരം നമ്മൾ cos θ കൊടുക്കുകയാണ്. tan ഇൻവേഴ്സ് sin θ ബൈ cos θ. ഐഡിയ ക്ലിയർ ആണല്ലോ? എന്താണ് sin ബൈ cos? tan അല്ലേ? ഓക്കേ, നിങ്ങൾക്ക് വെട്ടാൻ തോന്നുന്നുണ്ടല്ലോ. tan ഇൻവേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് കട്ട് ചെയ്യാം. പറഞ്ഞോളൂ, tan ഇൻവേഴ്സ് ഉണ്ടായിരുന്നു, വെട്ടി. ബാക്കി പറയും θ. അപ്പൊ ആൻസർ കിട്ടി θ എന്നുള്ളത്. പക്ഷെ നമ്മൾ θ കൊടുത്തിട്ടുണ്ട് sin ഇൻവേഴ്സ് x/a = sin ഇൻവേഴ്സ് x/a. അതിനു ആൻസർ ആയി. ഐഡിയ ക്ലിയർ ആണോ? അപ്പോൾ ആകെ ഒരേ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ഇഫ് ദി ക്വസ്റ്റ്യൻ contain √a² - x² വന്നതുകൊണ്ട് നമ്മൾ ആരെ കൊടുത്തു? a sin θ കൊടുത്തു. എന്ത് കൊടുത്തു? അല്ലെങ്കിൽ a cos θ കൊടുക്കാം. നമ്മൾ a sin θ കൊടുത്തു. അതുപോലെ പിന്നെ അറിയേണ്ട റിസൾട്ട് ഫസ്റ്റ് ഇയർ ഫണ്ടമെന്റൽ നമ്മൾ എല്ലാവർക്കും അറിയണം ഒരു റിസൾട്ടാണ് sin square θ plus cos square θ = 1. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി ചെയ്ത് ബാക്കിയൊക്കെ സ്റ്റെപ്പ് വൈസ് ആയി ചെയ്തു. ക്ലിയർ അല്ലേ? മൊത്തം നോക്കിക്കോളൂ എന്നിട്ട് എഴുതിട്ടു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th one
prove that tan inverse 3a square x minus x cube by a cube minus 3a x square which is equal to 3 tan inverse x by a. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ആണ് നമുക്ക് ഉത്തരം ഇതിലേക്കാണ് എത്തേണ്ടത്. നമുക്ക് നോക്കേണ്ടത് രണ്ട് സൈഡിലും tan ആണ്, നമുക്ക് ആൻസറും ടാനിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ x is equal to tan theta, x ന് tan theta കൊടുക്കുക. ഓക്കെ, എന്ത് a tan theta അങ്ങനെ കൊടുക്കുക. x is equal to a tan theta. Again ഇതിൽ നിന്ന് x by a equal to tan theta, theta equal to tan inverse x by a. അപ്പോൾ പറഞ്ഞോളൂ, tan inverse 3a square a tan theta minus x cube അല്ലേ, അപ്പോൾ എന്താ പറയാ, a cube tan cube theta divided by a cube minus 3a x square, അപ്പോൾ a square tan square theta. ഐഡിയ ക്ലിയർ അല്ലേ? a square into a cube ആണ്, മുകളിൽ a cube കോമൺ ആണ്, അത് ഞാൻ പുറത്ത് കൊടുത്തു. അപ്പോൾ a cube പുറത്ത്, ബാക്കി 3 tan theta minus tan cube theta divided by താഴെ ഇവിടെ a cube ഉണ്ട്, a into a square a cube outside എടുത്ത് ബാലൻസ് പറ 1 minus 3 tan square theta. ഓക്കേ, നമുക്ക് സംഭവം. ഓക്കേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, a cube കട്ട് ബാലൻസ് tan inverse 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta. Okay, ഇത് ഏതിന്റെ റിസൾട്ട് ആണ്? നമ്മൾ ട്രിഗണോമെട്രി ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു കാര്യമാണ്. ഇത് ആരാണ്? tan 3 theta ന്റെ റിസൾട്ട് ആണ്. ഓക്കേ, അപ്പോൾ tan inverse tan 3 theta ഐഡിയ ക്ലിയർ അല്ലേ? നമുക്കറിയാം, പറ്റാൻ തോന്നുന്നുണ്ടല്ലോ, tan inverse ഉം tan ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ tan inverse tan കട്ട് ചെയ്തു, ബാലൻസ് 3 theta. again theta നമ്മൾ കണ്ടെത്തി, tan inverse x by a. അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞോളൂ, 3 tan inverse x by a. ഇതല്ലേ നമുക്ക് കിട്ടേണ്ട ആൻസർ. നോക്കിക്കോളൂ, വളരെ എളുപ്പമാണ്. രണ്ട് സൈഡിലും നമുക്ക് ആൻസർ തെളിയിക്കേണ്ട 3 tan inverse x by a. അതുകൊണ്ട് നമ്മൾ എന്ത് എടുത്ത്, x ന് a tan theta എടുത്ത് then അതിനെ x by a ഇക്വേഷൻ കണ്ടെത്തി, again theta ഇക്വേഷൻ കണ്ടെത്തി, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, പിന്നെ ഫസ്റ്റ് നമ്മൾ പഠിച്ച 3 tan 3 theta ന്റെ റിസൾട്ട് ആയിരുന്നു, അത് അപ്ലൈ ചെയ്തു, tan inverse tan കട്ട് ചെയ്ത് ബാലൻസ് 3 theta ആയി, theta ലോട്ട് നമ്മൾ ഇവിടെ മുമ്പ് കണ്ടെത്തിയ ആ ഇക്വേഷൻ കൊടുത്തു, അതിനാണ് ഉത്തരം വന്നത്. അപ്പോൾ നോക്കിക്കോളൂ.